ഹായ് ഡിയർ ചിൽഡ്രൻ, നമ്മൾ ഇന്ന് ഗ്രാമറിലേക്ക് കിടക്കണം. ഗ്രാമറിലേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിറ്റുകൾ അവിടെ നിർത്തിയിട്ടല്ല. തൽക്കാലം നമുക്ക് സെക്കൻഡ് ഇയേഴ്സിന് ഇംപ്രൂവ്മെൻ്റ് എക്സാം അവരുടെ പടിവാതിൽക്ക് വന്ന് നിൽക്കുകയാണ്. ഫസ്റ്റ് ഇയറിലും ഗ്രാമർ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ഫസ്റ്റ് ഇയറിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനും റിപ്പോർട്ടഡ് സ്പീച്ച് വരാം. എന്താണ് ഈ റിപ്പോർട്ടഡ് സ്പീച്ച്? ഒരു സ്പീച്ച് റിപ്പോർട്ട് ചെയ്യുക അല്ലേ? അതായത് ഒരാൾ പറഞ്ഞ കാര്യം അയാൾ തന്നെയോ അല്ലെങ്കിൽ അയാൾ ആരോട് പറഞ്ഞു ആ ലിസണറോ, അതുമല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യം മൂന്നാമതൊരാളോ വേറൊരു സമയത്ത് വേറൊരാളോട് പറയുന്നതാണ് ഈ റിപ്പോർട്ടിംഗ് ഓഫ് ദാറ്റ് സ്പീച്ച്. അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഡയറക്റ്റായിട്ട് ഒരാൾ പറഞ്ഞ കാര്യം വേറൊരാൾ ഇൻഡയറക്റ്റായിട്ട് പറയാം. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും പറയും. ഡയറക്റ്റ് സ്പീച്ചിലുള്ളതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിലുള്ളതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ് അല്ലേ? സാധാരണ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ക്ലാസ്സിൽ എടുക്കുമ്പോൾ നേരെ കൺവേർട്ട് ദ സെൻറ്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞ് തുടങ്ങാറില്ല. പകരം നമ്മൾ എവിടെ നിന്ന് തുടങ്ങാമെന്നറിയോ? നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു സെൻറ്റൻസിൻ്റെ എസെൻഷ്യലായിട്ടുള്ള ഭാഗമായിട്ടുള്ള വേർബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പല ടൈപ്പ് സെൻറ്റൻസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കിടക്കുക. എന്തിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എടുക്കുമ്പോൾ ഈ സെൻറ്റൻസ് പാറ്റേൺ മുഴുവൻ പറയുന്നത്? ഓരോ സെൻറ്റൻസ് പാറ്റേണും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതുകൂടെ അറിഞ്ഞാലേ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. പലരും വിചാരിക്കുന്ന പോലെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് അത്ര ടഫായിട്ടുള്ള ഒരു സംഭവമല്ല. കുറച്ച് റൂളുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ റിപ്പോർട്ടഡ് സ്പീച്ച് വളരെ സിമ്പിളാണ്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ക്ലാസ് നടത്തുന്നത്. ഈ ഒരു ക്ലാസ്സിൽ ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആവുള്ളൂ. പക്ഷേ ഈ ഇൻട്രൊഡക്ഷൻ പറയാതെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കടക്കാൻ പറ്റില്ല. എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? സെൻറ്റൻസ് പാറ്റേണുകളെ കുറിച്ചാണ്. ഈ സെൻറ്റൻസ് പാറ്റേണുകളെ കുറിച്ച് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ സെൻറ്റൻസ് പാറ്റേണും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അടുത്ത ക്ലാസ്സുകളിലേക്ക് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടുള്ള ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രധാനമായിട്ട് 4 തരത്തിലുള്ള സെൻറ്റൻസസ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. പല തരത്തിൽ നമ്മൾ സെൻറ്റൻസിനെ ക്ലാസിഫൈ ചെയ്യും. അതിൽ ഒരു ബേസിക് ക്ലാസിഫിക്കേഷനായിട്ട് 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് അത് ഏതൊക്കെയാണ്? വളരെ പ്ലെയിൻ ആയിട്ട് കാര്യം പറയാം. ഇപ്പോൾ മൈ നെയിം ഈസ് ബോളി എന്ന് പറയുന്ന ഒരു പ്ലെയിൻ സെൻറ്റൻസ്, അതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് എന്നോ അതല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നോ, ചിലരൊക്കെ അതിന് പോസിറ്റീവ് സെൻറ്റൻസ്, അങ്ങനെ പല തരത്തിൽ പറയും. അത് പ്ലെയിൻ ആയിട്ടുള്ള സെൻറ്റൻസ്, അതിൽ കാര്യം ഒരു സാധാരണ രീതിയിൽ പറഞ്ഞു. അതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇതാണ് ഒന്നാമത്തെ പാറ്റേൺ, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. രണ്ടാമത്തെ പാറ്റേൺ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അത് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെന്ന് പറയും. അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നാണ് കോമൺ പറയുക. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്, ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനത്തെ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിൽ നമ്മൾ പറയും SVO എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറൽ ഫോർമാറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുക. എന്താണ് ഈ SVO? സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ്. അതിൻ്റെ അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടാവും. എന്നാലും ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും വേർബാണ് അതിൻ്റെ ഏറ്റവും എസെൻഷ്യൽ പാർട്ട് ഒരു സെൻറ്റൻസിൽ. എങ്കിലും നമ്മളൊരു സാധാരണ സെൻറ്റൻസ് എഴുതുമ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാവാറുണ്ട്. ഏത്? സബ്ജക്റ്റ് ആൻഡ് വേർബ്. വേർബ് മാത്രം വെച്ചും സെൻറ്റൻസ് ഉണ്ടാക്കാം, പക്ഷെ
കോമൺ സെൻറ്റൻസസ് എല്ലാം സബ്ജക്റ്റും വേർബും ഉണ്ടാവും. അതിൻ്റെ കൂടെ സാധാരണ കണ്ടുവരുന്നതാണ് ഓബ്ജക്റ്റ്. ഇതിന് പുറമെ നമ്മൾ ആർട്ടിക്കിൾസും പ്രിപ്പോസിഷൻസ് കോംപ്ലിമെൻറ്റ്സ് അങ്ങനെ ഒരുപാട് എജക്റ്റീവ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ മുമ്പിലും പുറകിലും ഒക്കെ ആയിട്ട് വെക്കുമെങ്കിലും ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുക, സബ്ജക്റ്റ് ആൻഡ് വേർബ്. അപ്പോൾ ഈ സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ് ഈ 3 കാര്യങ്ങൾ വെക്കുന്ന ഓർഡറാണ് ഈ പറഞ്ഞ SVO. ആദ്യം സബ്ജക്റ്റ് ആയിരിക്കണം, സബ്ജക്റ്റിന് ശേഷം മാത്രമേ വേർബ് വരാവൂ, അതിനുശേഷം മാത്രമേ ഓബ്ജക്റ്റ് വരാവൂ. അതാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ പാറ്റേൺ. എപ്പോഴും നമ്മുടെ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, രാമ കിൽഡ് രാവണ അല്ലേ. രാമ ഈസ് ദ സബ്ജക്റ്റ്, killed is the verb and Ravana is the object. ഇതാണ് ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് SVO. പക്ഷേ അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലേക്ക്, അതായത് ക്വസ്റ്റ്യൻ ഫോമിലേക്ക് വരുമ്പോൾ ഈ സെൻറ്റൻസ് സ്ട്രക്ചറിന് ആ പാറ്റേണിന് ഒരു മാറ്റം വരും. സബ്ജക്റ്റിന് മുമ്പ് വേർബ് വരും. വേർബ് എന്ന് പറയുമ്പോൾ വേർബിൻ്റെ എല്ലാ പാർട്ടും വരണമെന്ന് നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഓക്സീലിയറി വേർബെങ്കിലും വരും. എന്താണ് ഈ ഓക്സീലിയറി വേർബ്? ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, ഈസ്, ആർ, വേർ, അങ്ങനെ അതിൻ്റെ എല്ലാ ഫോംസും. ബി എന്നാണ് പറയുക. ഈസ്, ആർ, വേർബിൻ്റെ ഒക്കെ ബേസിക് ഫോമിന് ബി എന്നാണ് പറയുക. ആ ബിയുടെ ഏത് ഫോം, ഇതൊക്കെ പ്രൈമറി ഓക്സീലിയറീസ് ആണ്. ഇതിന് പുറമെ വേറെ മോഡൽ ഓക്സീലിയറീസ് ആണ് എന്ത്? വിൽ, ഷാൽ, ക്യാൻ, അങ്ങനെയുള്ള ഓക്സീലിയറീസ്. അപ്പോൾ ആ ഒരു ഓക്സീലിയറി പാർട്ട് സബ്ജക്റ്റിൻ്റെ മുമ്പിൽ വരും. എപ്പോൾ? നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ. വാട്ട് ഈസ് യുവർ നെയിം? യുവർ നെയിം എന്നുള്ളതാണ് സബ്ജക്റ്റ്. പക്ഷെ ആ സബ്ജക്റ്റിന് മുമ്പേ നമ്മൾ എന്തു വെച്ചു? ഈസ് എന്ന് പറഞ്ഞ ഓക്സീലിയറി വെച്ചു. ക്വസ്റ്റ്യൻ ആയപ്പോഴും. അതിനു മുമ്പ് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, അത് വേറെ കഥ. പക്ഷേ ബേസിക് സ്ട്രക്ചറിലുള്ള സബ്ജക്റ്റ് കഴിഞ്ഞ് വേർബ് എന്ന് പറയുന്ന ഡിക്ലറേറ്റീവിലെ ആ പാറ്റേൺ ഒന്ന് എന്തായിരിക്കും? ഇൻവേർട്ട് ചെയ്യും. എവിടെ? ക്വസ്റ്റ്യനിൽ. വേർബിൻ്റെ ഒരു ഭാഗത്തിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ വേർബിന് ശേഷം മാത്രമേ സബ്ജക്റ്റ് വരൂ. അതേസമയം നമുക്കറിയാമല്ലോ, ക്വസ്റ്റ്യൻ ഫോം ആക്കുമ്പോൾ പലപ്പോഴും വേർബിന് മെയിൻ വേർബ് ഉണ്ടെങ്കിൽ, വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുന്നതിൽ ഈസ് എന്ന് പറയുന്ന ഓക്സീലിയറിയാണ് വേർബായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതല്ലാതെ ചിലപ്പോൾ നമുക്കൊരു മെയിൻ വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഉള്ള വാക്ക്, അതായത് പ്ലേ, ജംപ്, റീഡ്, സീ, അങ്ങനെയുള്ള വേർഡ്സ്, അതാണ് മെയിൻ വേർബ് എന്ന് പറയുന്നത്. അങ്ങനെ മെയിൻ വേർബ് ഉള്ള സെൻറ്റൻസിന് ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സീലിയറി പ്ലസ് വേർബായിട്ട് മാറ്റും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഓക്സീലിയറിക്കും മെയിൻ വേർബിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ സബ്ജക്റ്റ് വെക്കുക. വെൻ ഡിഡ് ഹി എറൈവ് അല്ലേ? ആൻസറിൽ നമ്മൾ എന്ത് പറയും? ഹി എറൈവ്ഡ്. ആ എറൈവ്ഡ് എന്നുള്ളതിനെ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ ഡിഡ് എറൈവ് എന്നാണ് വെക്കുക. അപ്പോൾ ഡിഡ് എന്നുള്ളതും വേർബിൻ്റെ ഭാഗമാണ്, എറൈവ് എന്നുള്ളതും വേർബിൻ്റെ ഭാഗമാണ്. ഈ രണ്ട് ഭാഗത്തിൻ്റെ ഇടയിലായിട്ടായിരിക്കും ആരെ നമ്മൾ ഫിറ്റ് ചെയ്യുക? സബ്ജക്റ്റിന് ഫിറ്റ് ചെയ്യുക. വെൻ ഡിഡ് ഹി എറൈവ്. അപ്പോഴും എന്താണ്? ആ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മുമ്പിൽ വേർബിൻ്റെ ഒരു പാർട്ടുണ്ട്, ഓക്സീലിയറി പാർട്ടുണ്ട്. ഇതിലെല്ലാത്തിൻ്റെ മുമ്പിലായിട്ട് സബ്ജക്റ്റ് വെക്കുന്ന പരിപാടി ക്വസ്റ്റ്യനിൽ ഇല്ല. ഒന്നുകിൽ സബ്ജക്റ്റിൻ്റെ മുമ്പിലുള്ള ഓക്സീലിയറി മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ മുമ്പിൽ ഓക്സീലിയറിയും പുറകിൽ മെയിൻ വേർബും ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. മൂന്നാമത്തെ പാറ്റേൺ ആണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്. ഇംപെറേറ്റീവ് സെൻറ്റൻസ് നമ്മൾ സാധാരണ ഓർഡർ ചെയ്യാനാണ് പറയുക. കം ഹിയർ, ഗോ ദേർ, ക്ലോസ് ദ വിൻഡോ, ഷട്ട് യുവർ മൗത്ത്, ടേക്ക് എ നോട്ട്ബുക്ക്. മനസ്സിലായോ? ഇതിനെല്ലാത്തിനും ഒരു ഓർഡറിൻ്റെ ഒരു ടോൺ ഉണ്ട്. ഇനി അത് ഓർഡർ അല്ല, ജസ്റ്റ് ഒന്ന് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഇൻസ്ട്രക്ഷനായിട്ടും പറയാം. ഓർഡർ അല്ല, ഇൻസ്ട്രക്ഷനാണ്. ക്ലോസ് ദ വിൻഡോ എവറി ടൈം.
എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ ഒരു പാറ്റേൺ എന്താണ് പ്രത്യേകത കണ്ടത്? കം ഹിയർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നീ ഇവിടെ വായു എന്നാണ് അർത്ഥം. പക്ഷെ നീ എന്നുള്ള ആ സബ്ജക്റ്റിനെ അവിടെ മെൻഷൻ ചെയ്യണില്ല. പകരം ആ അത്യാവശ്യം വേണ്ട ആക്ഷൻ വേർഡ് മാത്രമേ വെക്കുന്നുള്ളൂ, വേർബിനെ മാത്രമേ അവിടെ വെക്കുന്നുള്ളൂ, കം. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേർബിലാണ് സ്റ്റാർട്ട് ചെയ്യണത്, സബ്ജക്റ്റ് അതിന് മുമ്പിലുണ്ട് എന്നാണ് വെപ്പ്, അത് ഇംപ്ലൈഡ് ആണ്, അണ്ടർസ്റ്റുഡ് ആണ്, പക്ഷെ അത് നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ പറയുകയാണെങ്കിൽ ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് സ്റ്റാർട്ട്സ് വിത്ത് വേർബ്. അപ്പോൾ അത് റിക്വസ്റ്റ് ആണെങ്കിൽ പോലും ഇപ്പം നമ്മൾ അതിൻ്റെ മുന്നിലോ പുറകിലോ ഒരു പ്ലീസ് വെച്ചാൽ അത് ഈ ഓർഡർ റിക്വസ്റ്റ് ആയി. ഗിവ് മീ യുവർ ബുക്ക് പ്ലീസ്. ഗിവ് മീ യുവർ ബുക്ക്, ഇറ്റ്സ് എൻ ഓർഡർ. ഗിവ് മീ യുവർ ബുക്ക് പ്ലീസ്. ഇനി പ്ലീസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ റിട്ടൺ അല്ല സ്പോക്കൺ ഫോം ആണെങ്കിൽ എന്താണ്, ആ പ്ലീസ് ഇല്ലാതെ നമുക്കത് റിക്വസ്റ്റ് ആണെന്ന് മനസ്സിലാവും അല്ലേ? ഗിവ് മീ യുവർ ബുക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ ടോണിൽ നമുക്ക് ഡിഫറൻസ് അറിയാം. പക്ഷേ ഇതേത് റിക്വസ്റ്റോ ഓർഡറോ കമാൻഡോ ഇൻസ്ട്രക്ഷനോ ആവട്ടെ, എഴുതുന്ന സ്ട്രക്ചർ ഇതാണെങ്കിൽ അത് എങ്ങനെ വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി നാലാമത്തെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എക്സ്ക്ലമേഷൻ മാർക്സ് വെച്ചിട്ട് നമ്മൾ എഴുതുന്നത്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസിന് നമുക്ക് ശരിക്കും ജനറലി പറയുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അതിനകത്ത് എക്സ്ക്ലമേഷൻ ആണ് എന്ന് കാണിക്കാൻ നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയി. ഇറ്റ്സ് സോ ഹോട്ട്. സ്ട്രക്ചർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആണ്, പക്ഷേ ആ ഒരു ടോണിൽ നമ്മളത് ആ സോ വെക്കുമ്പോൾ അതിന് എന്താണ് ഇത്തിരി പവർ കൂടി, സ്ട്രെസ് കൊടുത്തു, അതിനെ കുറച്ചും കൂടെ നമ്മൾ സ്ട്രോങ് ആക്കി പറയാണ്. അപ്പോഴാണ് എക്സ്ക്ലമേഷൻ വരുന്നത്. എന്നിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയി. അതല്ലാതെ നമ്മളത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് എന്ന ആളുകളെ കൃത്യമായിട്ട് ധരിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യും? ചില WH വേർഡ്സ് വെച്ചിട്ട് അതിനെ ഒന്നും കൂടെ ഭംഗിയുള്ള എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആക്കും അല്ലേ? വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. വാട്ട് എ ലവ്ലി സ്മൈൽ യു ഹാവ്. ഹൗ ഹോട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഹൗ അല്ലെങ്കിൽ വാട്ട്, ഈ രണ്ട് വേർഡ്സാണ് നമ്മൾ സാധാരണ പെട്ടെന്നൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. അതല്ലാതെ നമ്മൾ എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ വെച്ച് അതിനെ എക്സ്ക്ലമേറ്ററി ആക്കാറുണ്ട്. അതിനാണ് നേരത്തെ തന്ന എക്സാമ്പിൾ. എന്ത്, ഇറ്റ്സ് റിയലി ഹോട്ട് എന്ന് പറഞ്ഞ് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇതിന് പുറമേ നമ്മൾ അലാസ്, ഔച്ച്, അങ്ങനെയുള്ള കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. അങ്ങനെ ആ എക്സ്പ്രഷൻസ് വെച്ച് അതിന് ശേഷം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ടും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളതിനോടൊക്കെ എക്സ്ക്ലമേഷൻ ഉണ്ട്, പക്ഷെ അതൊരു സെൻറ്റൻസ് ആവണമെങ്കിൽ അതിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയണമെങ്കിൽ അതിൽ വേർബ് ഉണ്ടാവണം. ഹൗ ബ്യൂട്ടിഫുൾ യു ആർ എന്നുള്ള ഒരു വേർബ് അവിടെ അല്ലെങ്കിൽ ഓക്സിലിയറി അവിടെ ഉണ്ടാവണം. വേർബ് ഇല്ലാത്തടത്താണ് നമ്മൾ വേർബിൻ്റെ പോലെ ആക്ട് ചെയ്യുന്ന ഓക്സിലിയറി വേർബ്സ് വെക്കുന്നത്, സഹായക്രിയകൾ. ക്രിയ ഇല്ലാത്തടത്തൊരു സഹായമായിട്ട് വരുന്നതാണ് സഹായക്രിയകൾ, ഓക്സിലിയറി വേർബ്. ഡിയർ ചിൽഡ്രൻ, നമ്മളിപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് 4 തരത്തിലുള്ള സെൻറ്റൻസ് പാറ്റേണുകൾ പരിചയപ്പെട്ടു. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഡിക്ലറേറ്റീവ് സെൻറ്റൻസും, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്ന ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസും, കമാൻഡും ഓർഡറും ഒക്കെ ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇമ്പറേറ്റീവ് സെൻറ്റൻസും, അതിശയം കാണിക്കുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും. ഇപ്പം എന്തിനാണ് ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ച് എടുക്കാമെന്നും പറഞ്ഞിട്ട് ഈ 4 ടൈപ്പ് സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞത്? നമുക്ക് ഈ 4 ടൈപ്പിലുള്ള സെൻറ്റൻസിനെയും റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ എല്ലാ പാറ്റേൺ സെൻറ്റൻസും എല്ലാ ടൈപ്പിലുള്ള സെൻറ്റൻസിനെയും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരേപോലെ ആവുമോ? അതാവില്ല. ഈ സ്ട്രക്ചറിൽ, ഈ സെൻറ്റൻസസ് പാറ്റേണിൽ ആ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇനി ഈ പാറ്റേൺ സെൻറ്റൻസസ്, ഈ സ്ട്രക്ചറിലുള്ള സെൻറ്റൻസസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ മാറ്റങ്ങൾ വരുത്തുക
എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ വരാൻ പോകുന്നത്. തൽക്കാലം നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.